വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. നല്ല സമരിയക്കാരൻ്റെ ഉപമ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സ്വാധീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, പ്രിയ മക്കളെ, നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. നല്ല സമരിയക്കാരൻ്റെ ഒരു കഥയാണത്. ഇതുപോലെ ഫലപുഷ്ടമായ ഒരു കഥ നമുക്കൊരിടത്തും കാണുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സമ്മിക്കായിട്ട്, വളരെ അർത്ഥവത്തായിട്ട് ഈശോ ഒരു നിയമജ്ഞന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മിൽ ഒരു നിയമജ്ഞനുണ്ട്. നമ്മിൽ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരനുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാര് നമ്മിൽ തന്നെയുണ്ട്. ഒരു പുരോഹിതനുണ്ട്, ഒരു ലേവായനുണ്ട്, ഒരു സമരിയക്കാരനുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈശോയുടെ മുമ്പിലാണ് ഈ നിയമജ്ഞൻ നിൽക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ പല പ്രാവശ്യം ഞാൻ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി തോന്നിയ ആ വചനത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പ്രതിപാദിക്കുന്നത്. ഏറ്റവും ഹൃദയസ്പർശിയായ വചനം ഇതാണ്. അടുത്തു ചെന്ന എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു. ആ സമരിയക്കാരൻ വീണ് കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന, രക്തമൊലിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ അരികിലേക്ക് അടുത്തു ചെന്നു. നമ്മളെല്ലാവരും ഇതുപോലെ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന മനുഷ്യരുടെയൊക്കെ മുമ്പിലേക്ക് അടുത്തു ചെന്നിട്ടുണ്ട്, സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശു അടുത്തു ചെന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധനാക്കുന്നത്, പ്രത്യുത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിങ്ങളെ അശുദ്ധനാക്കുന്നത്. അടുത്തു വന്നു, അടുത്തു ചെന്നു എന്ന് പറയുന്ന 7 കൂടുതൽ പ്രാവശ്യം ഈ വചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ അടുത്തു വന്ന മറ്റൊരു സംഭവമുണ്ട്.
ബേത്സയിദ കുളക്കരയില് രോഗം ബാധിച്ച് 38 വർഷമായി കിടക്കുന്ന ആ മകന്റെ അരികിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. അവിടെ കടന്നു ചെന്നിട്ട് യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ വചനം തന്നെയാണ് ഈ ഞായറാഴ്ച മെയ് 19 നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്. രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? കടബാധിതയിൽ കഴിയുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ കടങ്ങളൊക്കെ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? തകർച്ചയിൽ കഴിയുന്ന കുടുംബങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? വീടില്ലാത്ത വ്യക്തികളോട് ചോദിക്കുകയാണ്, നിനക്കൊരു ഭവനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തകർച്ചയിൽ കഴിയുന്ന ഓരോരുത്തരോടും ഈശോ ചോദിക്കുകയാണ്, നിന്റെ കണ്ണീരൊപ്പാനായിട്ട്, നിന്നെ രക്ഷിക്കാനായിട്ട് യേശു മനുഷ്യപുത്രനായിട്ട്, എമ്മാനുവേലായിട്ട്, ദൈവം നമ്മോടുകൂടെ ആയിട്ട് കടന്നു വന്നു. ആ കടന്നു വന്ന യേശു നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കുന്ന മനോഹരമായ ഒരു കഥയാണ് സമറിയക്കാരന്റെ ഈ കഥ. അവിടെ അടുത്തു ചെന്നിട്ട് എന്തു ചെയ്തു? അവന്റെ മുറിവില് എണ്ണയൊഴിച്ചു. എണ്ണ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ബില്ലി ഗ്രാമിന്റെ മനോഹരമായ ഒരു പ്രസംഗം ഈ സമറിയക്കാരന്റെ ഉപമയുമായിട്ട് ഞാൻ കേൾക്കുന്ന അവസരത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു അനുഭവം എന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ തിളച്ചുയർന്നു വന്നു. സഹോദരങ്ങളെ, അവിടെ പറയുകയാണ്, അവന്റെ മുറിവിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു വ്യക്തി യേശുവാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞില്ലേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്? മറിയം ചോദിക്കുമ്പോൾ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ ദൈവപുത്രൻ ഇവിടെ ഒരു നിയമജ്ഞനോട് പറയുകയാണ്, ആ കഥയിൽ അവതരിപ്പിക്കുകയാണ്, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ ആ മുറിവിലേക്ക് ഒലിവെണ്ണ പകരും. യേശുവിന്റെ കാലത്ത് മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണയായിരുന്നു. ആ എണ്ണ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പല അടയാളങ്ങളുണ്ട്. കാറ്റ്, വെള്ളം, അഗ്നി, മുദ്ര, പ്രാവ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. കാണപ്പെടുന്ന അടയാളത്തിലൂടെ കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ വൈദികൻ ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വ്യക്തിയുടെ ശിരസിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. അവിടുന്ന് ഈ വീണ് കിടക്കുന്നവന് എണ്ണ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി അവനെ രക്ഷിക്കുകയാണ്. രണ്ടാമത് കാണുകയാണ്, അവന്റെ മുറിവിലേക്ക് വീഞ്ഞ് പകർന്നു. വീഞ്ഞ് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള മരുന്നായിരുന്നു. മുറിവുകളിൽ ഈ വീഞ്ഞ് പകർന്നു. നല്ല വീഞ്ഞ് നല്ല മുറിവുകളിൽ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കത്തിക്കൂടും. അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് ഈ വീഞ്ഞുമായിട്ട്. കറോസൂസ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വൈദികൻ പരിശുദ്ധ കുർബാന ഒരുക്കാൻ ചെല്ലുകയാണ്. ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം ഈ വീഞ്ഞിലേക്ക് ഒഴിക്കപ്പെടുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പരിശുദ്ധ കുർബാന കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഞാൻ ചൊല്ലുന്നുണ്ട്. ഈ പ്രാർത്ഥന തന്നെയാണ് ചൊല്ലുന്നത്. എന്നാൽ ഈ കാസയിലേക്ക് ഒഴിക്കുന്ന വീഞ്ഞ ഈശോയുടെ തിരുരക്തം ആകേണ്ടതല്ലേ? ഈശോയുടെ തിരുരക്തം ഒഴിക്കുന്നു എന്ന് പറയാമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും സഭ എൻ്റെ മുമ്പിൽ വെച്ച് തന്ന ആ പ്രാർത്ഥന ഞാൻ ചൊല്ലി ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുകയാണ്. ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ
വന്നു നിൽക്കുന്ന ദൈവജനത്തെ ഓർത്താണ് ഞാൻ ഒഴിക്കുന്നത്. ഈശോയുടെ തിരുരക്തം ഈ മക്കളിലേക്ക് ഞാൻ ഒഴിക്കുന്നു. CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഈ രോഗികളെയൊക്കെ കണ്ടിട്ട്, സോറിയാസിസ് പിടിച്ചു കിടക്കുന്ന മക്കളെ കണ്ടിട്ട്, തളർന്നു കിടക്കുന്ന മക്കളെ കണ്ടിട്ട്, എഴുന്നേൽക്കാൻ സാധിക്കാത്ത മക്കളെ കണ്ടിട്ട്, ക്യാൻസർ പിടിച്ച് മരണം മുൻപിൽ കാണുന്ന വ്യക്തിയെ കണ്ടിട്ട് മിശിഹായുടെ തിരുരക്തം ഈ കാസയിലേക്ക് ഒഴിക്കപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു കുർബാനയില് വണ്ണപ്പുറംകാരനായ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരിക്കുകയാണ്. 3 ദിവസത്തെ തപസ് ധ്യാനം നടക്കുകയാണ്. ഈ മനുഷ്യന്റെ കവിളിലെ ക്യാൻസർ വന്നിട്ട് ഇവിടെ ഒരു ഓട്ടയാണ്, ദ്വാരമാണ്. ഈ ചന്ദ്രൻ വന്നിട്ട് എന്നോട് പറയുക, അച്ഛാ, എനിക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് മരിക്കണം. ഇവിടെ മുഴുവനും നീർക്കെട്ട് വന്ന് തോർത്തുമുണ്ട് കെട്ടി അവൻ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇവന് വയറ് നിറച്ച് കഞ്ഞി കുടിക്കണം. തപസ് ദാനത്തിന്റെ കുർബാന കഴിഞ്ഞാണ് ഭക്ഷണം കൊടുക്കുന്നത്, കഞ്ഞി കൊടുക്കും. ഞാൻ കഴിക്കുന്ന പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ പാത്രത്തിലേക്ക് ഈ വ്യക്തിക്ക് ആദ്യം കഞ്ഞി കോരി ഒഴിച്ചു, കുറച്ച് ചെറുപയറിട്ടു, അച്ചാറിട്ടു. ചന്ദ്ര, നീ കുടിക്ക്. എങ്ങനെയാണെങ്കിലും അവൻ ഇവിടെ കൈയൊക്കെ പൊത്തിപ്പിടിച്ച് അൾത്താരയുടെ മുമ്പിൽ നിന്നും കൊടുത്ത ആ കഞ്ഞി കുടിക്കുകയാണ്. അവന് പരിശുദ്ധ കുർബാന കൊടുക്കാൻ കഴിയുകയില്ല. എന്നാല് എനിക്ക് അപ്പം കൊടുക്കാനായിട്ട് സാധിച്ചു, കഞ്ഞി കൊടുക്കാനായിട്ട് സാധിച്ചു. വീണ്ടും ഒരു പ്ലേറ്റ് കഞ്ഞി കൂടി അവന് കൊടുത്തു. 2 പ്ലേറ്റ് കഞ്ഞി കുടിച്ചപ്പോൾ ചന്ദ്രൻ പറയുക, മതി അച്ഛാ. അവനെ സമാധാനത്തിൽ പറഞ്ഞു വിടുകയാണ്. അവനിലേക്ക് പരിശുദ്ധാത്മാവ് രാത്രി മുഴുവനും കാറ്റായിട്ട്, എണ്ണയായിട്ട്, പ്രാവായിട്ട്, മുദ്രയായിട്ട്, അഗ്നിയായിട്ട് കടന്നു ചെന്ന് നേരം വെളുക്കുമ്പോൾ കണ്ട കാര്യം, പ്രിയമുള്ളവരെ, ഈ വ്യക്തിയുടെ ക്യാൻസർ ഇല്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ചന്ദ്രൻ ഇന്നും ഈ വണ്ണപ്പുറം ഏരിയയിൽ ജീവിക്കുന്നുണ്ട്. കാസയില്, പ്രിയമുള്ള വൈദികരെ, നമ്മൾ കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ പറയുന്ന ആ പ്രാർത്ഥന, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം കാസയിലേക്ക് ഒഴിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പറയുവാൻ കഴിയുമോ, ഈ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന മകനിലേക്ക് ഈശോയുടെ തിരുരക്തം ഒഴിക്കുന്നു എന്ന്? ഈ കഷ്ടപ്പെട്ട് കഴിയുന്ന മക്കളിലേക്ക്, എന്റെ അരികിലേക്ക് രക്ത ക്യാൻസർ പിടിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ കൈകളിൽ എടുത്ത് ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വീഞ്ഞ് കാസയിൽ ഒഴിച്ചാൽ മാത്രം പോരാ, ഈശോയുടെ തിരുരക്തമാകേണ്ട വീഞ്ഞ് കാസയിൽ മാത്രം ഒഴിച്ചാൽ പോരാ, നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് കൊടുക്കണം. അതാണ് സമറിയാക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. അവൻ എണ്ണ പകർന്നു, അവൻ വീഞ്ഞു പകർന്നു, അവന്റെ മുറിവുകൾ വച്ച് കെട്ടി. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് മോശയോട് യഹോവ അരുളി ചെയ്തില്ലേ? ഞാൻ നിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവമാണ്. യെർമിയ പ്രവാചകന്റെ പുസ്തകത്തില് 17-ാം അധ്യായത്തില് 14-ാം വചനമുണ്ട്. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. അങ്ങയിലാണ് എന്റെ പ്രത്യാശ. ആയിരക്കണക്കിന് മക്കളോട് ഈ ദിവ്യവചനം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അവരൊക്കെ സൗഖ്യത്തിലേക്ക് കടന്നു വരും. സങ്കീർത്തനം 38-ന്റെ അവസാനത്തെ വചനം പറയുക, കർത്താവേ, എന്നെ കൈവെടിയരുതേ, എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ സഹായിക്കണമേ. ദൈവം നമ്മെ സഹായിക്കാനായിട്ട്, യേശു നമ്മെ സഹായിക്കാനായിട്ട് ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും വചനപ്രഘോഷകരെയും നമ്മിലേക്ക് അയക്കുന്നുണ്ട്. ആഘോഷപൂർവമായ ദിവ്യബലികൾ അർപ്പിക്കുമ്പോഴും സാധാരണ കുർബാന ചെല്ലുമ്പോഴും ആ യേശുവിന്റെ തിരുരക്തം തന്നെയാണ് പ്രിയമുള്ളവരെ കടന്നു വരുന്നത്. സമറിയാക്കാരന്റെ ആ ഉപമയില്, ആ കഥയില് ഏറ്റവും ഹൃദയസ്പർശിയായ വചനമാണ്. അവന്റെ മുറിവുകളില് എണ്ണ പകർന്നു, അവന്റെ മുറിവുകളില് വീഞ്ഞു പകർന്നു, അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി.
കഴുതയുടെ പുറത്ത് കയറ്റി. ഓശാന ഞായറാഴ്ച നമുക്കാർക്കും മറക്കാൻ കഴിയുകയില്ല. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നു. ജനം ആർത്തു വിളിക്കുകയാണ്, ഓശാന ഓശാന ഓശാന, ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചാലും. ഈ വചനം തന്നെയല്ലേ ഈ സമറിയക്കാരന്റെ ഉപമയില് യേശു നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത്? വചന പ്രഘോഷണ അവസരങ്ങളില് 100 രോഗശാന്തികൾ, അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള ഒരു അച്ഛനാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നാവില് ക്യാൻസർ വന്ന എൻ്റെ ഒരു സുഹൃത്ത് വെല്ലൂർ ആശുപത്രിയില് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടെ കാസയിൽ ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് ഞാൻ ബലിയർപ്പിച്ചു. ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ശരീര രക്തം, അങ്ങയുടെ രക്തം ഇതാ കാസയിലേക്ക് ഒഴിക്കുന്നു. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ വെള്ളവും രക്തവും ഒഴിയ കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ മനുഷ്യനെ ഓർത്തുകൊണ്ട് ഒരു നല്ല സമറിയാക്കാരനെ പോലെ ഓരോ പുരോഹിതരും ബലിയർപ്പിക്കുമ്പോൾ ഒരു നല്ല സമറിയാക്കാരനാണ്. ആ കുർബാന ചൊല്ലി ആ തിരുരക്തം കുറച്ചെടുത്തുകൊണ്ട് ഈ വ്യക്തിയുടെ അരികിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന വക്കീലാണ്, നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഈ നാവില് ഒരു കുരിശു വരയ്ക്ക്, ചെറുതായിട്ട് വരച്ചാൽ മതി. പക്ഷേ ആ മേടിച്ച കുപ്പി ആഴമായ വിശ്വാസത്തോടെ, കത്തിയൊലിക്കുന്ന വിശ്വാസത്തോടെ, കടൽ തിരമാലകൾ ഇളകി മറിയുന്നത് പോലെയുള്ള വിശ്വാസത്തോടെ അവൻ ആ തിരുരക്തം അവന്റെ വായിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഭക്ഷണം കൊടുക്കാനിട്ടിരിക്കുന്ന കുഴലുകളും മറ്റ് പല ചലങ്ങളോ ചോരയൊക്കെ ഒഴുകാനുള്ള ചെറിയ ചെറിയ കുഴലുകളുമെല്ലാം ശരീരത്തിൽ നിന്ന് തന്നെ വിട്ടുപോയിരിക്കുന്നു. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ അവന് ഒരുമാതിരി സുഖപ്പെട്ടിരിക്കുകയാണ്. നല്ലതുപോലെ സംസാരിച്ച് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായി തീർന്നു. അവന് പുതിയ നാവാണ് വച്ചു കൊടുത്തത്. സൗഖ്യപ്പെടുത്തി. രോഗിക്ക്, തകർച്ച അനുഭവിക്കുന്നവന് എണ്ണ പകരുക, വീഞ്ഞ് പകരുക, അവനെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോവുക. അതാണ് ഗുഡ് സമാരിറ്റൻ ഉപമയില് നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു ഭാഗമാണ് ഈ ഗുഡ് സമാരിറ്റന്റെ ഉപമ. യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നത് ഒരു നിയമജ്ഞനാണ്. യേശുവിന്റെ കാലത്ത് നിയമജ്ഞൻ എന്ന് പറഞ്ഞാല് പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങള് ആഴമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ പഴയ നിയമം മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ഉൾക്കൊള്ളുന്ന തൽമൂദും മറ്റു പുസ്തകങ്ങളും വായിച്ച് ആഴമായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അവരാണ് നിയമജ്ഞൻ. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങള് ഉൽപ്പത്തി, പുറപ്പാട്, ന്യായാധിപന്മാർ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളെ അറിയപ്പെടുക പഞ്ചഗ്രന്ഥികൾ എന്നാണ്. പഴയ നിയമത്തെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്: തോറ, നബീം, കിത്തുബീം. തോറ എന്ന് പറഞ്ഞാൽ നിയമപുസ്തകങ്ങൾ എന്നാണ്. നിയമങ്ങള് ആദ്യത്തെ മോശ എഴുതിയതാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അപ്പോൾ ഈ വചനം മുഴുവനും അറിയാവുന്ന വ്യക്തി യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവിടുന്ന് ഈശോ പറയുകയാണ്, നിയമത്തിൽ എന്തു പറയുന്നു? അതായത് ഈ ഉൽപ്പത്തിയിലും പുറപ്പാടിലും സംഖ്യയിലും നിയമാവർത്തനത്തിലും എന്താണ് പറയുന്നതെന്നാ ചോദിക്കുന്നത്. അവന് ഉത്തരം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം. വചനത്തിലുള്ള ഭാഗം തന്നെയാണിത്. അവനോട് പറയുകയാണ്, നീ ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുന്നു, നിന്റെ ഉത്തരം ശരിയാണ്, നീ അതുപോലെ പോയി പ്രവർത്തിക്കുക. അപ്പോൾ അവൻ വേറൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നിയമജ്ഞന്റെ കാര്യം നമുക്കൊന്ന് തീർക്കാം. ഈ നിയമജ്ഞൻ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, ബൈബിളിലെ മാതാവിനോട് ഭക്തി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹിത, എനിക്കൊരു ചെറിയ വിശ്വാസമാണ്.
എൻ്റെ ഈ ചെറിയ വിശ്വാസം എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് പകർന്നു തന്നതാണ്. ഈ പകർന്നു തന്ന വിശ്വാസത്തില് എൻ്റെ സെമിനാരി ഫോർമേഷനിലൂടെയും എൻ്റെ തന്നെയുള്ള വചന പഠനത്തിലൂടെയും ഇത്രയും നാളത്തെ അനുഭവത്തിലൂടെയും ഞാൻ സമാധാനമായി ജീവിക്കുന്നതാണ്. നീ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ വരുന്നവൻ എന്നും ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കും. നമ്മളില് ഒരു ന്യായാധിപനുണ്ട്, ഒരു നിയമജ്ഞനുണ്ട്. ഈ നിയമജ്ഞൻ ഞാനാണ്, ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തില് 20-ാം അധ്യായത്തില് ഈ 10 പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നീ 10 പ്രമാണങ്ങൾ പാലിക്കുക. ഈ 10 പ്രമാണങ്ങൾ പാലിക്കാനുള്ള വിളിയാണ് നമുക്ക്. യേശു അതാണ് ഈ നിയമജ്ഞനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവനോട് പറയുകയാ, നീ ഇതനുസരിച്ച് പ്രവർത്തിക്കുക. വചനം എന്തു നിന്നോട് പറയുന്നുവോ, ഈ പഞ്ചഗ്രന്ഥി എന്തു നിന്നോട് പറയുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ്? യേശുവുണ്ട്, നിയമജ്ഞനുണ്ട്. യേശു ഈ കഥ പറയുന്നത് നിയമജ്ഞനോടാണ്. ഈ കഥയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങള്, ഒന്ന് ഒരുവൻ. ഈ കഥാപാത്രങ്ങളിൽ ആർക്കും പേരില്ല. എന്തുകൊണ്ടാണ് പേരില്ലാത്തത്? കാരണം ഈ കഥാപാത്രങ്ങൾ 5 പേരും ഞാനാണ്. ഇത് കേൾക്കുന്ന നിങ്ങളാണ്. അതിലെ ആദ്യത്തെ കഥാപാത്രം ഒരുവൻ പറയുകയാണ്, ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയി. ഈ ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 18 മൈലാണ്. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തില് ഇവര് പോവുകയാണ് ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക്. ജെറൂസലം ദൈവത്തിന്റെ നഗരമാണ്. ജെറൂസലേം ദേവാലയമുള്ള സ്ഥലമാണ്. ഇസ്രായേൽക്കാർക്ക് ദൈവം അനുവദിച്ചു നൽകിയ കാനാൻ പ്രദേശത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ മനുഷ്യൻ ജെറിക്കോയിലേക്ക് പോവുകയാണ്. ജെറിക്കോ എന്ന് പറയുന്ന പട്ടണം ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് 8000 വർഷങ്ങൾക്ക് മുമ്പ് 9000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ പട്ടണമാണെന്നാണ് പറയുന്നത്. സ്ഥാപിതമായ ഈ പട്ടണത്തെ കുറിച്ച് സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. 58 പ്രാവശ്യത്തോളം ജെറിക്കോ എന്ന പട്ടണത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. ചുറ്റും അതിലുള്ള ആ സ്ഥലത്തൂടെ യേശു കടന്നു പോവുകയായിരുന്നു. ഈ കടന്നു പോകുന്ന യേശുവിനെ കാണുവാനുള്ള ഒരു തൃഷ്ണത കത്തിജ്വലിച്ച് ആർത്തിരുമ്പിക്കൊണ്ട് പൊക്കം കുറഞ്ഞ സക്കേവുസ് മുമ്പ് ഓടിക്കൊണ്ട് ഒരു അത്തിമരത്തിൽ കയറി, ഒരു സിക്കമൂർ മരത്തിൽ കയറി അവിടെ ഇരിപ്പുറപ്പിച്ചു. യേശു അതിലെയാണ് പോകുന്നത്. ഇരിപ്പുറപ്പിച്ച മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് യേശു പറയുകയാ, സക്കേവുസേ, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുവാൻ, യേശു ഭക്ഷണം കഴിക്കുവാൻ അവിടേക്ക് ചെന്നു. ഈ സക്കേവുസ് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കി കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. ഈ ജെറിക്കോ പട്ടണത്തിൽ വെച്ച് പറയുന്ന ഒരു വചനമുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കട്ടെ, എന്റെ ഭവനത്തിന് ഇന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലേക്ക് ദൈവത്തിന്റെ അനുഭവം കടന്നു വന്ന് ദൈവം രക്ഷിക്കുന്നതായി കാണിച്ചു തരുന്നു. വീടില്ലാത്ത ഒരു മനുഷ്യൻ എടത്തുവായിലുണ്ടായിരുന്നു. സോണി എന്നാണ് ആ മനുഷ്യന്റെ പേര്. അവൻ പറയുകയാ, അച്ഛാ, എനിക്കൊരു വീട് വേണം. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത് സങ്കീർത്തനം 57 1-ാമത്തെ വചനം, എല്ലാ ദിവസവും 250 പ്രാവശ്യം നീ ചൊല്ലുക, കർത്താവേ എന്നെ കൈവെടിയരുതേ, എന്റെ രക്ഷകനായ ദൈവമേ എന്നെ അകന്നിരിക്കരുതേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. കർത്താവ് വേഗം സഹായിക്കാൻ അവന്റെ അരികിലേക്ക് കടന്നു ചെന്നു. അവന് സ്വന്തമായിട്ടൊരു സ്ഥലം ലഭിക്കാനിടയായി, നല്ലൊരു വീട് പണിയാനിടയായി. ഭാര്യ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പൊ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സക്കേവുസിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. രണ്ടാമത് ജെറിക്കോയിലെ പറയുന്നത്, അവിടെ ഒരു അന്ധനായ മനുഷ്യൻ ഇരിപ്പുണ്ട്. യേശുവാണ് കടന്നു പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ബർത്തിമേയുസ് ഉറക്കെ വിളിക്കുക, സൺ ഓഫ് ഡേവിഡ് ഹാവ് മെർസി ഓൺ മീ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ.
ഒരു പ്രാവശ്യമല്ല അവൻ വിളിച്ചത്. ഒരുപക്ഷെ ചില ആളുകള് ഉറക്കെ എന്തിനാണ് പ്രസംഗിക്കുന്നത്, സാവധാനം പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. സ്നേഹമുള്ളവരെ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാ, ഉറക്കെ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം വിളി കേൾക്കുന്നതാണ് എന്റെ അനുഭവം. ഞാൻ ഉറക്കെ ദൈവത്തെ വിളിക്കാറുണ്ട്. ഉറക്കെ വിളിക്കുമ്പോൾ ദൈവം കേൾക്കും. അവൻ വിളിച്ചത് എന്താണ്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവൻ പല പ്രാവശ്യം യേശുവിനെ വിളിച്ചപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി, എന്നെ വിളിക്കുന്നവനെ വിളിച്ചു കൊണ്ടുവരിക. ജെറിക്കോ പട്ടണത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഈശോ അടുത്ത് ചെന്ന് അവന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുകയാണ്. അപ്പൊ ജെറിക്കോ പട്ടണത്തെ കുറിച്ച് വചനത്തിൽ 58 പ്രാവശ്യമുണ്ട്. യേശു പലപ്പോഴും ജെറിക്കോ പട്ടണത്തിലൂടെയാണ്. ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ് ജെറിക്കോ. ഈ ജെറിക്കോ പട്ടണം അല്ലെങ്കിൽ ഈ വലിയ മതിലുകൾ നിർമ്മിച്ചത് ഫിയേൽ ഓഫ് ബെഥേൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 34-ാം വചനത്തിൽ കാണും. ജെറിക്കോയുടെ ഇപ്പോഴുള്ള പേര് തെല്ലസ് സുൽത്താൻ എന്നാണ്. ജെറിക്കോ മതിലിന്റെ ഉയരം എന്ന് പറയുന്നത് 12 അടിയാണ്. 2 ആളുകളുടെ ഉയരത്തിലുള്ള വലിയ മതിലുകളാണ്. ഈ വലിയ മതിലിന് 6 അടിയിൽ കൂടുതൽ വീതിയുള്ള മതിലാണ്. 48 മൈല് ചുറ്റളവിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ജെറിക്കോ. എന്തിനു വേണ്ടി ഈ മതിൽ നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ, വർഷക്കാലത്ത് ശക്തമായ മഴവെള്ളത്തിന്റെ പാച്ചിൽ തടയുന്നതിനും വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനും വെള്ളത്തിന്റെ ആവശ്യത്തിനും വേണ്ടി ബുദ്ധിമാനായ ബെഥേലിലെ ഫിയേൽ നിർമ്മിച്ചതാണ്. ജെറൂസലേം പട്ടണം ഇത് ദൈവത്തിന്റെ നഗരമാണ്. അവിടെയാണ് ജെറൂസലേം ദേവാലയം. അവിടെയാണ് ആരാധനകളും സ്തുതികളും അർപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ അവസരത്തിൽ ഈ സമറിയക്കാരാരാണ്? സമറിയക്കാര് എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽക്കാരെ ആക്രമിച്ച് ബാബിലോണിലേക്ക് BC 597 കൊണ്ടുപോയി അവരെ അവിടെ അടിമകളായിട്ട് 538 BC വരെ താമസിപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യഹോയാക്കീം എന്ന് പറയുന്ന ഇസ്രായേൽക്കാരുടെ നേതാവ് ബാബിലോൺ രാജാവിന് കപ്പം കൊടുത്തില്ല. അതുകൊണ്ട് ഈ ഇസ്രായേൽക്കാരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. BC 597 മുതൽ 538 വരെ അവരെ അടിമകളായി കഴിയുന്ന കാലഘട്ടത്തിൽ ആ സംസ്കാരവുമായിട്ട് യഹൂദർ ഒത്തിരി ഇണങ്ങിച്ചേർന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ബാബിലോൺ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. അറിയപ്പെടാത്ത ഒരു ദേശത്ത് വെച്ച് ഞങ്ങൾ ഗാനങ്ങൾ പാടുന്നെങ്ങനെ. ഓസ്ലേമേ, ജെറൂസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ സംസാര ശക്തി നശിച്ചു പോകട്ടെ എന്ന് പറയുകയാണ്. അത്രമാത്രം വേദനയിലൂടെ കടന്നു പോവുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനതയുടെ അരികിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി. നമ്മുടെ ഇന്ത്യയിലേക്ക് പോലും വന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് അരുണാചൽ പ്രദേശില് ചൈനയുടെ അതിർത്തിയില് തൂത്തിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആദി ട്രൈബ്സ് ആണ് അവിടെയുള്ളത്. ഈ യഹൂദ ജനതയെ പോലെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ജനങ്ങളാണ്. മറ്റൊന്ന് നിഷി ട്രൈബാണ്. ഒരു പക്ഷേ ഇസ്രായേൽ ജനതയിൽ നിന്നും അവിടെ നിന്നും ഓടി ചൈനയിലൂടെ വന്ന ഇന്ത്യയിൽ താമസമാക്കിയ ട്രൈബ് ആയിരിക്കണം ഇവരെ. ഈ BCയിൽ വന്ന ആളുകളായിരിക്കണം. രക്തപരിശോധനയെല്ലാം കഴിഞ്ഞ് ആസാം സൈഡിൽ നിന്ന് ഇസ്രായേൽക്കാരെ തിരിച്ചറിഞ്ഞ കുറേയധികം ആളുകളെ ഇസ്രായേൽ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇസ്രായേൽക്കാരെ, ഈ യഹൂദരെ ഫ്രീ ആക്കി വിട്ടത് സൈറസ് ദ ഗ്രേറ്റ് ആണ്. എന്നാൽ ഈ സമറിയക്കാരാരാണ്? ഈ ബാബിലോൺ കാപ്റ്റിവിറ്റിയുടെ കാലത്ത് അവിടെ തന്നെ താമസമാക്കിയ ആളുകൾ ഒരു ചെറിയ പക്ഷമാണ് സമറിയക്കാരെ എന്ന് പറയുന്നത്. ഈ സമറിയക്കാര് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. യഹൂദര്
പഴയ നിയമം മുഴുവനും, നമ്മൾ ഉപയോഗിക്കുന്ന പഴയ നിയമം മുഴുവനും ദൈവവചനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമറിയക്കാർ ഉപയോഗിക്കുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, നിയമാവർത്തനം, ന്യായാധിപന്മാർ, സംഖ്യ എന്നീ പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ സമറിയക്കാരൻ. സമറിയക്കാരി സ്ത്രീയോട് യേശു വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, നമ്മൾ തമ്മിൽ ബന്ധമില്ലല്ലോ, നീ ഒരു യഹൂദനല്ലേ? അതായത് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിയമം പാലിക്കുന്ന, പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾ തോറ ഉപയോഗിക്കുന്ന വ്യക്തികളാ, നിങ്ങൾ കലുഷിതരായ മക്കളെന്ന. അതുകൊണ്ട് യഹൂദരാരും സാധാരണഗതിയില് സമറിയയിലൂടെ കടന്നു പോവുകയില്ല. അപ്പോൾ ഈ കള്ളന്മാര് ഈ സമറിയയിലൂടെ വരികയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കള്ളന്മാർ ആരാണ്? എത്ര കള്ളന്മാരുണ്ട്? ഈ കള്ളന്മാരുടെ പേരെന്താണ്? ഒന്നും ബൈബിളിൽ യേശു പറയുന്നില്ല. ഈ കള്ളന്മാർ ആരാണ്? കള്ളന്മാരുടെ വയസ്സെത്രയായി? ഇവർ ചെയ്ത ആക്ഷനെ കുറിച്ച്, ഇവർ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ആ കഥയിൽ പറയുകയാ, ഈ ഒരു മനുഷ്യനെ പിടിച്ച് അടിച്ച്, അവനെ അപഹരിച്ച്, അവനെ നശിപ്പിച്ച്, രക്തമൊലിച്ച് അവൻ റോഡരികിൽ കിടക്കുകയാണ്. ആ വഴിയരികിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ലേവായൻ അതിലെ പോയി, പുരോഹിതൻ അതിലെ പോയി. എന്തുകൊണ്ടാണ് ഈ പുരോഹിതനൊന്ന് ഈ വീണ് കിടക്കുന്ന മനുഷ്യന്റെ അടിയിലേക്കൊന്ന് ചെന്ന് നോക്കാനോ രക്ഷിക്കാനോ സാധിക്കാത്തത്? പല വിശദീകരണങ്ങളുണ്ട്. ഒരുപക്ഷെ അവിടെ നിൽക്കുമ്പോൾ വീണ്ടും കള്ളന്മാർ വന്ന് ഈ പുരോഹിതനെ ആക്രമിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം. അല്ലെങ്കിൽ ലേവ്യന് അതിലെ പോകുമ്പോൾ ഈ കള്ളന്മാരെ ആക്രമിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം. ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പറയുന്ന വചനമാണ്. ഭയപ്പെടാതെ കടന്നു വന്ന മനുഷ്യനാണ് ഈ സമറിയക്കാരൻ. എന്തെങ്കിലും ആകട്ടെ, ഈ രണ്ടുപേരും അവനെ നോക്കിയില്ല. അവര്, ഈ ലേവായനും ഈ പുരോഹിതനും യഹൂദ മതത്തിൽപ്പെട്ട ഈ നിയമജ്ഞന്റെ ഭാഗത്തുള്ളവരാ. ഈ നിയമജ്ഞന്റെ ഭാഗത്തുള്ള ഇവർ രണ്ടുപേരും ഈ വീണ് കിടക്കുന്നവനെ, ദുഃഖിക്കുന്നവനെ നോക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തെ കാണിക്കുന്നതല്ലേ ഇത്? പാർട്ടിയുടെ വെളിച്ചത്തിൽ അവനെ സഹായിക്കാത്ത മനുഷ്യർ, പാർട്ടികളിൽ കൊന്നുകളയുന്ന മനുഷ്യരെ, യുവാക്കന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നത്തേക്കാൾ കൂടുതലായിട്ട് കൊലയും ചതിയും കൊള്ളയും എല്ലാം നടക്കുന്നുണ്ട്. എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം പറയണമോ പറയണ്ടേ എന്ന് ചിന്തിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള ഒരു കൊച്ച്, ഒരു പെൺകുട്ടി, അവിടെയുള്ള ഒരു യുവാവ് ആ കൊച്ചിനെ ദുരുപയോഗിച്ചു എന്ന് മാത്രമല്ല, അവളെ കൊന്നു കെട്ടി തൂക്കി. ആ ചെയ്ത വ്യക്തി ഒരു യുവാവാണ്. ഈ യുവാവിനെ കോടതി വെറുതെ വിടുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം, പ്രോസിക്യൂട്ടർക്ക് കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിഞ്ഞില്ല. ഇവനെ ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും നടത്തിയില്ല. അതുകൊണ്ട് ഇവനെ വെറുതെ വിടുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചിന്തി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആലുവായിൽ നടന്ന കാര്യമൊക്കെ ഇല്ലേ? നമുക്ക് വിശ്വസ്തയോടെ, സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനങ്ങളിലാക്കിയിട്ട് ഇന്ന് പോകുവാൻ കഴിയുമോ? ഒരു നല്ല സമറിയായന്റെ ഈ ഉപമ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ജ്വലിക്കേണ്ട, ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് കൈകളുയർത്തേണ്ട ദിവസമാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ ഈ ചെറിയ വചന പ്രഘോഷണം അവസാനിപ്പിക്കുകയാണ്. ഈ വചന പ്രഘോഷണ അവസരത്തില് വീണ് കിടക്കുന്ന, വീട്ടിൽ കിടക്കുന്ന, രോഗം കൊണ്ട് കിടക്കുന്ന, ബെഡ്സോർ വന്ന ആരെയോ സൗഖ്യപ്പെടുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കള്ളന്മാരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഒരു വ്യക്തമായ സന്ദേശം തരുന്നുണ്ട്. എല്ലാ ദിവസവും പത്രങ്ങളിലും സോഷ്യൽ ചാനലുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് അതാണ്. ഈ അവസാനിപ്പിക്കുന്ന ഈ നിമിഷം മദർ തെരേസയെ കുറിച്ചുള്ള ഒരു നല്ല ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. മദർ തെരേസ നടത്തുന്ന കുട്ടികൾക്കും രോഗികൾക്കും വേണ്ടിയുള്ള സ്ഥലത്ത് ചെന്നു
ചെന്ന അവസരത്തില് ഞാനൊരു കാഴ്ച കാണുകയാണ്. ഒരു മനുഷ്യന്റെ കാലില് ഏകദേശം ഈ ചെറുവിരലിന്റെ നീളമുള്ള പുഴുക്കള് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുകയാണ്, പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. ആ പുഴു അവിടെ ഞൊളഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കാലില് പുഴുവരിക്കുന്ന ഈ മനുഷ്യന് ആരാണ് അയൽക്കാരൻ? വിശന്നു പറയുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പം കൊടുക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്ന അയൽക്കാരനെ ആരാണ്? നമ്മുടെ യുവാക്കന്മാര് വിദേശത്തേക്ക് പോവുകയാണ്. നാട്ടില് നല്ല വിദ്യാഭ്യാസമോ ജോലി സാധ്യതകളോ ഇല്ലാതെ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ കത്തോലിക്ക ദേവാലയങ്ങളൊക്കെ ശുഷ്കമാകും. ഇന്ന് ശവസംസ്കാരത്തിൽ ചെല്ലുക, അവിടെ നിങ്ങൾക്ക് യുവാക്കളെ കാണാൻ പറ്റില്ല. ഒരു മാമുദീസയ്ക്ക് ചെല്ലുക, അവിടെ യുവാക്കന്മാരെ കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് വേദനാജനകമായ ഒരു സംഭവം നമ്മൾ കേട്ടു. കുവൈറ്റില് താമസിച്ചിരുന്ന വീടിന് തീപിടിച്ച് വളരെയധികം ആളുകൾ മരിച്ചു. അവരുടെ ഡെഡ് ബോഡി കൊച്ചിയിൽ കൊണ്ടുനിറക്കുന്ന ആ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ വചനം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നത്. സുരക്ഷിതമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ദേവാലയങ്ങള്, നമ്മുടെ കോൺവെന്റുകള്, നമ്മുടെ ഭവനങ്ങള് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദർ തെരേസ കൽക്കട്ടയില് ആ പുഴുവരിച്ച മനുഷ്യനെ രക്ഷിച്ചു. ഒരിക്കലും മദർ തെരേസയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ബഹളമുണ്ടാക്കി. പോലീസ് ഇൻസ്പെക്ടർ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നു. അവിടെ കണ്ട കാഴ്ച, മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ വായിലേക്ക് ചെറിയ സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി ഒഴിച്ചു കൊടുക്കുന്ന മദർ തെരേസയാണ് കണ്ടത്. ചീഞ്ഞളിഞ്ഞ വ്രണങ്ങൾ കഴുകുന്ന മദർ തെരേസ സിസ്റ്റേഴ്സിനെയാണ് കണ്ടത്. ഒരു നല്ല അയൽക്കാരനായി കുഷ്ഠരോഗികളെ കൊണ്ടുവന്ന് മൊറോക്കോ ദ്വീപിൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ കടന്നു ചെന്ന വിശുദ്ധ ഡാമിയനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ഡാമിയൻ, ഈ ഡാമിയന്റെ അരികിലേക്ക് ഒരു കുഷ്ഠരോഗി വന്നിട്ട് പറയുക, ഞങ്ങൾ കുഷ്ഠരോഗികള്, ഞങ്ങളുടെ വേദനയോ ദുഃഖങ്ങളോ നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ വിശുദ്ധ ഡാമിയൻ തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന മുറിവുകൾ അഴിച്ച് കാണിച്ചു കൊടുക്കുകയാ. ഞാനും നിങ്ങളെ പോലെ ഒരു കുഷ്ഠരോഗിയായി മാറി. നമ്മുടെ മഠങ്ങളിലെ സിസ്റ്റേഴ്സും നമ്മുടെ സന്യാസ സമൂഹങ്ങളും വീണ് കിടക്കുന്ന മനുഷ്യരെ ഉദ്ധരിക്കുന്നവരാണ്. അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നവരാണ്. അവരുടെ മുറിവുകളിൽ മരുന്ന് വയ്ക്കുന്നവരാണ്. എണ്ണ പകരുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല ശമരായന്റെ ഉപമ നിങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ ആ കഥ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ അരികിലേക്ക് നീമഞ്ഞൻ കടന്നു വന്ന് അങ്ങയോട് ചോദിച്ചല്ലോ, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോയെ, അങ്ങ് 10 പ്രമാണങ്ങളാണല്ലോ അവനോട് പറഞ്ഞത്. നീയും അതുപോലെ ചെയ്യുക, പ്രമാണം പാലിക്കുന്നവരാവുക. വീണ്ടും അവൻ ചോദിച്ചല്ലോ, എന്റെ അയൽക്കാരൻ ആരാണ്? കർത്താവേ, ലോകത്തിൽ ഒരിടത്തും കേൾക്കാത്ത തരത്തിലുള്ള ശക്തമായ ഇരുതല വാളായ വചനം ആ മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞല്ലോ. ജെറൂസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന ആ മനുഷ്യൻ ഞങ്ങൾ ഓരോരുത്തരുമാണ്. ഞങ്ങളുടെ ഈ ജീവിതയാത്രയില് ഞങ്ങളെ തള്ളി വീഴിക്കുന്ന, ഞങ്ങളെ കവർച്ച ചെയ്യുന്ന, ഞങ്ങളെ പറ്റിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയെല്ലാം അങ്ങയുടെ കുരിശിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന നടക്കുന്ന അവസരത്തില് അടിവയറിന്റെ അടിഭാഗങ്ങളിലായിട്ട് രോഗങ്ങൾ ബാധിച്ച് കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണയാകണമേ, കൃപയാകണമേ. അവരുടെ രോഗങ്ങൾ എടുത്തു മാറ്റണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും സഹായിക്കാനില്ലാതെ വീടുകളിലും സമൂഹങ്ങളിലും ഒക്കെ കഴിയുന്ന വ്യക്തികളുടെ അരികിലേക്ക് യേശുവേ അങ്ങ് കടന്നു ചെല്ലണമേ. കർത്താവായ യേശുവേ, ആ
നല്ല മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആക്രമിച്ച കള്ളന്മാരെ പോലെ പ്രവർത്തിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. കൊലപാതകവും ദുഷ്ടതയും നിറഞ്ഞ മക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ജനത്തിന് നീതി ലഭിക്കാനിടയാകണമേ. കടന്നുപോയ പുരോഹിതനെ പോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച അവസരങ്ങൾ പാഴാക്കി കളഞ്ഞ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. ലേവായനെ പോലെ മറുവശത്തുകൂടി കടന്നുപോയ നിമിഷങ്ങളുണ്ട്. ആ നല്ല സമരായനെ പോലെ ഞങ്ങളും ജീവിച്ചിട്ടുണ്ട്. ഈശോയെ, ഇനി കൂടുതലായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മുറിവേറ്റവരുടെ മനസ്സുകളിലേക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കുവാൻ, എണ്ണ പകർന്നു കൊടുക്കുവാൻ ഇടയാകണമേ. ആന്തരിക സൗഖ്യം നൽകണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ആരാധന, ആരാധന. എല്ലാ രോഗികളെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചന പ്രഘോഷണ അവസരങ്ങളിൽ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു വിളിക്കുന്ന പല മക്കളുണ്ടല്ലോ. കർത്താവേ, ഈ വചന പ്രഘോഷണത്തിലും സമാധാനവും ശാന്തിയും ആ മക്കളിലേക്ക് കടന്നു ചെല്ലട്ടെ. അങ്ങയുടെ ജനനത്തിന്റെ അവസരത്തിൽ മാലാഖമാർ പാടിയ ആ ഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഴങ്ങുവാനിടയാകണമേ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് യേശുവേ അങ്ങയുടെ ഉയർപ്പിൽ അരുളി ചെയ്തല്ലോ. ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് സമാധാനം കൊടുക്കണമേ, ഐശ്വര്യം കൊടുക്കണമേ. കുഞ്ഞുമക്കളെ കാത്തുകൊള്ളണമേ. രോഗികളായ മക്കൾക്ക് ആശ്വാസം നൽകണമേ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ കൂട്ടിപ്പിടിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ അവതരിപ്പിക്കുന്ന വചന പ്രഘോഷണങ്ങൾ 1 മണിക്കൂറൊക്കെ ഉള്ളതുണ്ട്. കാരണം എൻ്റെ അനുഭവം ഇതാണ്. ദീർഘമായ വചന ശുശ്രൂഷകളിലൂടെ ഒത്തിരി ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നു. ഒരു ഞായറാഴ്ച ഇടാതെ വന്നാൽ ആളുകൾ ചോദിക്കുക, അച്ഛാ ഇത് ഇടുന്നില്ലേ? വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കേൾക്കാനായി ആഗ്രഹിക്കുന്നു. നല്ലതുപോലെ പഠിച്ച്, നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ വചന പ്രഘോഷണമാണിത്. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള 2 പേർക്കെങ്കിലും നിങ്ങൾ പങ്കുവെച്ച് നൽകണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ്. ഞാനൊരു CMI വൈദികനാണ്. എൻ്റെ അനുജനാണ് ബെന്നി വർഗീസ് ഇടത്തട്ടയിൽ. ഞാൻ 4ാമത്തെ മകൻ, പിതാവ് 8ാമത്തെ മകൻ. ഇറ്റാനഗറിൽ അദ്ദേഹം സേവനം ചെയ്യുന്നു. ഇറ്റാനഗർ രൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. വിശുദ്ധമായിട്ട് നമ്മുടെ പുരോഹിതരും സിസ്റ്റേഴ്സും നടക്കട്ടെ. ആക്രമിക്കപ്പെടുന്ന ആ സംഭവങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ തടയട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്.